ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കൂർക്ക നമ്മുടെ കയ്യിൽ കറയൊന്നും പിടിക്കാതെ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുള്ള വളരെ പെട്ടെന്ന് എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് കൂർക്ക നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞെടുക്കണം. എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് അടുപ്പിൽ വയ്ക്കാം. ഒരു വിസിൽ വരട്ടെ. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് തൊലി ഇളകിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു വിസിലും കൂടെ അടിച്ചു. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു 8 ഉണക്കമുളകും ഒരു 10-20 ചെറിയ ഉള്ളി ഉണ്ടാകും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 വിസിലിന് ശേഷം തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടി കഴിഞ്ഞാൽ ഇതിൻ്റെ തോലിളകി പോകും കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂട് മാറിയിട്ട് വേണം, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ ഇച്ചിരി 2 കൈ കൊണ്ടാണെങ്കിൽ ഇത്രയും അതിൻ്റെ പുറത്തുനിന്നൊന്നും ഇളകി പോകാതെ പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ കേട്ടോ. ഇതിപ്പം വലുതുമുണ്ട് ചെറുതുമുണ്ട്. അപ്പം ചെറുതിനും വലുതിനും 2 വേവാണ്. അപ്പം ചിലത് കുറച്ച് വെന്ത് പോയിട്ടുണ്ട്, ചിലത് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഒരേ വലിപ്പമുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തൊലി പെട്ടെന്ന് നമുക്ക് ഒരു വിരൽ കൊണ്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് മൊത്തം വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇതൊരു 1/2 കിലോയോളം കൂർക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മെഴുക്ക് പുരട്ടിയെടുക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളിയും മുളകൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഓൾറെഡി കൂർക്ക വെന്തതാണ്. അതുകൊണ്ട് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് വേവിക്കുകയും വറ്റിക്കുകയൊന്നും വേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അരപ്പ് ഇതിലൊന്ന് പിടിക്കണം. ഉപ്പ്, അരപ്പ് ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കൂർക്കയെല്ലാം നല്ല പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. കഞ്ഞിക്കും ചോറിനും എല്ലാം ഇത് മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.